പ്ലസ് ടു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. നൈട്രജൻ ഫാമിലിയിലെ അമോണിയ. അമോണിയയുടെ ഫോർമുല NH3 എന്നാണ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഹേബർ ബോഷ് പ്രോസസ്. ഹേബർ പ്രോസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രോസസ്സാണ് ഇത്. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തെ കുറിച്ച് പറയുമ്പോഴും അമോണിയയെ കുറിച്ച് പറയുമ്പോഴും ഹേബർ എന്ന സയന്റിസ്റ്റിനെ നമുക്ക് മറക്കാനാവില്ല. അപ്പോൾ ആ ഹേബർ എന്ന സയന്റിസ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കൂ. മഹാനായ ഫ്രിറ്റ്സ് ഹേബർ എന്ന സയന്റിസ്റ്റിന്റെ ചിത്രമാണത്. സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന, നമ്മുടെ ജീവിതങ്ങളെയെല്ലാം മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു അമോണിയയുടെ കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ അതിനെ ഫസ്റ്റ് കെമിക്കൽ ഗ്ലോബൽ റെവല്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിലെ ഒരു നാഴികക്കല്ലായിരുന്നു അമോണിയയുടെ കണ്ടുപിടുത്തം. ഫ്രിറ്റ്സ് ഹേബർ എന്ന ജർമ്മൻ കെമിസ്റ്റ് കാൾ ബോഷ് എന്ന കെമിസ്റ്റുമായി ചേർന്നാണ് ഹേബർ ബോഷ് പ്രോസസ് എന്ന അമോണിയയുടെ വ്യാവസായികമായ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അന്തരീക്ഷത്തിൽ വളരെ സുലഭമായി ലഭിക്കുന്ന നൈട്രജനിൽ നിന്ന് അമോണിയ നിർമ്മിക്കുന്നത് വഴി ഒരുപാട് നൈട്രജൻ ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഈ ഫെർട്ടിലൈസേഴ്സ് വന്നതോടുകൂടി കാർഷിക സമ്പദ്ഘടന മെച്ചപ്പെട്ടു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ എല്ലാം ഈൽഡ് വല്ലാതെ കൂടി. അതുകൊണ്ട് തന്നെ കോടാനുകോടി ജനങ്ങളായിരുന്നു ലോകത്ത് ദാരിദ്ര്യം മൂലം മരണപ്പെട്ടുകൊണ്ടിരുന്നത്. ആ അവസ്ഥയ്ക്ക് അമോണിയയുടെ കണ്ടുപിടുത്തം വലിയൊരു മാറ്റം വരുത്തി. ഇന്ന് പ്രതിവർഷം 100 മില്യൺ ടൺ അമോണിയയാണ് ലോകത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നത്. ലോക ഭക്ഷ്യോൽപാദനത്തിന്റെ പകുതി ഭാഗവും ഈ അമോണിയ ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നോക്കിക്കേ അമോണിയയുടെ ഇമ്പാക്ട് എന്തായിരുന്നു എന്ന്. അമോണിയ 1909 കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷവും കണ്ടുപിടിക്കുന്നതിന് മുമ്പും എന്നും കാലഘട്ടത്തെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കാരണം കാർഷിക രംഗം അത്ര കണ്ട് പുഷ്ടിപ്പെട്ടു അമോണിയയുടെ വരവോടുകൂടി. എല്ലാ രാജ്യത്തിന്റെയും സമ്പദ്ഘടനയിലും കാര്യമായ വ്യത്യാസമുണ്ടായി. വികസിത രാജ്യങ്ങളായിരുന്ന പലതും വികസിത രാജ്യത്തിന്റെ പദവിയിലേക്ക് ഉയരാൻ കാരണം ഒരുപക്ഷെ അമോണിയയുടെ കണ്ടുപിടുത്തം തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതുകൂടാതെ ഫ്രിറ്റ്സ് ഹേബർ ഫാദർ ഓഫ് കെമിക്കൽ വാർഫെയർ എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം 1-ാം ലോക മഹായുദ്ധത്തിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്നതിന് ഉള്ള ടീമിന്റെ ഹെഡായിരുന്നു. പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ്, അതുപോലെ ക്ലോറിൻ ഗ്യാസ് ഒക്കെ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നു. നിരവധി ആളുകൾ ഇതുപോലെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കെമിക്കൽ ഗ്യാസസിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള മാസ്കുകളും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്സോർബന്റ് ഫില്ലേഴ്സ് നിറച്ചാണ് അത് ഉപയോഗിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നാലും അമോണിയയുടെ കണ്ടുപിടുത്തത്തിലൂടെ ഫ്രിറ്റ്സ് ഹേബർ മാനവരാശിക്ക് സമ്മാനിച്ചത് വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു. 1918 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇനി ഈ ഹേബർ പ്രോസസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. N2 plus 3H2 gives 2NH3. ഇങ്ങനെയാണ് അമോണിയയെ നിർമ്മിക്കുന്നത്. ആൻഡ് ദിസ് റിയാക്ഷൻ ഡെൽറ്റ H ഈസ് ഈക്വൽ ടു എൻതാൽപി ഓഫ് ഫോർമേഷൻ ഈസ് ഈക്വൽ ടു -46.1 കിലോ ജൂൾ പെർ മോൾ. ഇതൊരു റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഒരു റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് ആണ്. നോക്കി ഡെൽറ്റ Hന്റെ വാല്യൂ -46.1 കിലോ ജൂൾ ആണ്. നമ്മൾ ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഇത് മൂന്നിലേതിനെങ്കിലും വ്യത്യാസം വരുത്തിയാൽ സിസ്റ്റം എന്ത് ശ്രമിക്കും? ആ മാറ്റം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. സോ അക്കോർഡിംഗ് ടു ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് അമോണിയയുടെ ഉൽപാദനം ഈൽഡ് നമുക്ക് എങ്ങനെ കൂട്ടാം? ഏതെല്ലാം കണ്ടീഷൻസ് വെച്ച് കൂട്ടാം? ദിസ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യോ? ഇല്ല.
പക്ഷേ അപ്പൊ ലോ ടെമ്പറേച്ചർ ആണ്, അക്കോർഡിംഗ് ടു ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ ലോ ടെമ്പറേച്ചർ ആണ് ഗുഡ് ഈൽഡ് ഓഫ് അമോണിയയ്ക്ക് വേണ്ടത്. പക്ഷേ ലോ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മൾ ചൂസ് ചെയ്യുന്നു. ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് 700 കെൽവിൻ. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് 700 കെൽവിൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പ്രഷർ ആണ്. പ്രഷർ ഇവിടെ 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും ചേർന്ന് 2 മോൾ അമോണിയാണ് ഉണ്ടായത്. നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യുകയാണ് ഫോർവേഡ് ഡയറക്ഷനിൽ. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടും, പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയും. അപ്പൊ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ ഏത് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും? ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ പ്രഷർ കൊടുക്കണം. സോ ഹൈ പ്രഷർ ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ ടു ഗെറ്റ് എ ഗുഡ് ഈൽഡ് ഓഫ് അമോണിയ. സോ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 20 മെഗാ പാസ്കൽ ഓർ 200 into 10⁵ പാസ്കൽ അല്ലെങ്കിൽ 200 ATM. 200 ATM. ഓക്കെ, ഇതാണ് പ്രഷർ. ഇത് മാത്രം പോരാ, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് കൂടി വേണം. കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? That will increase the rate of this reaction, rate of formation of ammonia. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡിന്റെ കൂടെ പ്രൊമോട്ടർ ആയിട്ട് കാറ്റലിറ്റിന്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് പ്രൊമോട്ടർ. അങ്ങനെ പ്രൊമോട്ടർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് we can use molybdenum or Al2O3 or K2O. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, and this is very important. അടുത്തത് ഹേബർ പ്രോസസിന്റെ ഫ്ലോ ചാർട്ട്, അമോണിയ പ്രൊഡക്ഷന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കാം സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം നമ്മൾ നൈട്രജൻ ഹൈഡ്രജൻ എടുക്കുകയാണ്. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഏത് റേഷ്യോ ആണ്? 1:3. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിനെ നമ്മൾ ഒരു കംപ്രസറിലേക്ക് കടത്തിവിടുകയാണ്. ഇതെന്താണ്? കംപ്രസർ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ 20 മെഗാ പാസ്കൽ പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ ഇതിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ കടത്തിവിടുന്നത് ഏതിലേക്കാണ്? ഒരു കാറ്റലിറ്റിക് ചേംബറിലേക്കാണ് കടത്തിവിടുന്നത്. ഇതാണ് നമ്മുടെ കാറ്റലിറ്റിക് ചേംബർ. അപ്പം ഈ കാറ്റലിറ്റിക് ചേംബറിലാണ് നമ്മൾ അയൺ ഓക്സൈഡ് കാറ്റലിസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു. കൂടാതെ എന്തൊക്കെയുണ്ട്? Al2O3 അല്ലെങ്കിൽ K2O അല്ലെങ്കിൽ മോളിബ്ഡനം. അപ്പൊ ഇവിടെ വെച്ചാണ് നമുക്ക് 700 കെൽവിൻ ടെമ്പറേച്ചർ കൊടുക്കേണ്ടത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ, കാറ്റലിസ്റ്റിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നൈട്രജനും ഹൈഡ്രജനും കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വെച്ച് റിയാക്ട് ചെയ്ത് അമോണിയ ആയിട്ട് മാറും. അങ്ങനെ ഉണ്ടാകുന്ന ആ അമോണിയയെ വീണ്ടും നമ്മൾ ലിക്വിഫൈ ചെയ്യും. ലിക്വിഫൈ ചെയ്യണമെങ്കിൽ കണ്ടൻസ്ഡ് പൈപ്സ് ആയിരിക്കണം കടന്നു പോകുന്നത്. അല്ലെ, ഇപ്പൊ തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ കൂടെ കടന്നുപോയി നമ്മൾ അമോണിയ ബീക്കറിൽ കളക്ട് ചെയ്യുന്നു. സോ ഇപ്പൊ ഇവിടെ ലിക്വിഫൈഡ് അമോണിയ കളക്ട് ചെയ്യും. സോ ദിസ് ഈസ് ലിക്വിഫൈഡ് അമോണിയ. ഇങ്ങനെ ലിക്വിഫൈഡ് അമോണിയ ഇവിടെ കളക്ട് ചെയ്യുമെങ്കിലും ഇവിടെ നിന്ന് വരുന്ന അമോണിയയുടെ കൂടെ ആരൊക്കെ കാണും? റിയാക്ട് ചെയ്യാത്ത നൈട്രജനും ഹൈഡ്രജനും കാണും. അപ്പൊ ആ നൈട്രജനും ഹൈഡ്രജനും തിരിച്ച് ഇവിടെ നിന്ന് ഒരു പൈപ്പ് വഴി വീണ്ടും അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? കംപ്രസ് ചെയ്യാം. അല്ലെങ്കിൽ അതിനെ ഒരു പമ്പിൽ കൂടി കടത്തിവിടും. ഇതൊരു പമ്പാണ്. ഈ പമ്പിൽ കൂടി അതിനെ കടത്തിവിടും. എന്നിട്ട് വീണ്ടും അത് തിരിച്ച് എവിടെ വരും? ഈ ഒരു പമ്പിലേക്ക് വന്നു ചേരും. ഈ ഒരു ഇവിടെ വന്ന് ചേരും. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഇതിനെ മൂവ് ചെയ്ത് വീണ്ടും തിരിച്ച് ഈ ഒരു പ്രോസസ്സ് തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പോകും. ഇനി തുടക്കത്തില് ഈ 700 കെൽവിൻ ഇവിടെ കാണില്ല. അപ്പൊ നമ്മള് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. അത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്കറിയാം ദിസ് ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഈ റിയാക്ഷൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ അതിൽ നിന്ന് തന്നെ അതിന് ലഭിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ സിമ്പിൾ ഫ്ലോ ചാർട്ട്. വരച്ച് നന്നായിട്ട് വരച്ചു പഠിക്കുക. ഓക്കെ, ഇനി അമോണിയ ചെറിയ രീതിയിൽ എയറിലും സോയിലിലും കാണപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്? നൈട്രോജിനസ് മാറ്ററിന്റെ ഡീകേ വഴിയാണ് ഇത് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ യൂറിയ NH2CO NH2 യൂറിയയാണ്. യൂറിയ വാട്ടറിന്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്ത്
NH4 twice CO3 ആയിട്ട് മാറും. അടുത്ത റിവേഴ്സിബിൾ റിയാക്ഷൻ വഴി അമോണിയ 2NH3 പ്ലസ് H2O പ്ലസ് CO2 ആയിട്ട് മാറും. നമുക്ക് അമോണിയ അങ്ങനെ എയറിലും സോയിലും ഒക്കെ കാണും. ഇനി ചെറിയ രീതിയിൽ അമോണിയ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ലാബ് പ്രിപ്പറേഷൻ. അതിന് അമോണിയയുടെ ഏതെങ്കിലും ഒരു സോൾട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡിന്റെ അക്വസ് സൊല്യൂഷൻ എടുത്ത് അതിനെ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. 2NH4Cl ഗീസ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അമോണിയ കിട്ടും. 2 മോളിക്യൂൾ അമോണിയ കിട്ടും. Then again 2 molecule water plus byproduct എന്ത് കിട്ടും? കാൽസ്യം ക്ലോറൈഡ്. സോ കാൽസ്യം ക്ലോറൈഡ് ബൈപ്രൊഡക്റ്റ് കിട്ടും. ഇനി അതല്ലെങ്കിൽ മറ്റൊരു സോൾട്ട് എടുത്ത് ചെയ്യാം. ഏതാണ്? അമോണിയം സൾഫേറ്റ് NH4 twice SO4. അതിനെ കാസ്റ്റിക് സോഡ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. 2 മോളിക്യൂൾ എടുക്കുക. കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആണ്. 2 മോളിക്യൂൾ അമോണിയ, അഗെയിൻ 2 മോളിക്യൂൾ വാട്ടർ, ദെൻ ബൈ പ്രോഡക്റ്റ് ഏതാണ്? സോഡിയം സൾഫേറ്റ് Na2SO4. ഓക്കെ. ഇനി ഇങ്ങനെ കിട്ടുന്ന അമോണിയയിൽ എന്ത് കാണും? വാട്ടർ കാണും. അപ്പോൾ വാട്ടർ ഇല്ലാത്ത ഡ്രൈ അമോണിയ ഗ്യാസ് കിട്ടാൻ വേണ്ടി ഈ കിട്ടുന്ന അമോണിയയെ നമ്മൾ ക്യുക്ക് ലൈനിൽ കൂടി കടത്തിവിടുക. ക്യുക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം ഓക്സൈഡ് ക്യുക്ക് ലൈൻ. അപ്പൊ അതിനകത്തു നിന്നുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ മാറി ഡ്രൈ ആയിട്ടുള്ള അമോണിയ ഗ്യാസ് കിട്ടും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ നല്ല ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. പക്ഷെ ഇതിനകത്തു നിന്നുള്ള വാട്ടർ കണ്ടന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി കോൺസെൻട്രേറ്റഡ് H2SO4 ഉപയോഗിക്കില്ല. കാരണം അമോണിയ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ക്യുക്ക് ലൈം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തത് അമോണിയയുടെ സ്ട്രക്ചർ ഓഫ് അമോണിയ. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്കറിയാം അമോണിയയുടെ സ്ട്രക്ചർ നമുക്കൊന്ന് വരയ്ക്കാം. നൈട്രജൻ, ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. ദെൻ 3 ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ എക്സ്പെക്ടഡ് ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ ജോമെട്രി ആണ് വരേണ്ടത്. പക്ഷേ ഇതിന് ടെട്രാഹീഡ്രൽ ജോമെട്രി ആണോ? അല്ല. കാരണം ഇവിടെ എന്തുണ്ട്? ഈ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിനൊരു ഡിസ്റ്റോർട്ടഡ് ജോമെട്രി ആണ്. ആൻഡ് ദാറ്റ് ജോമെട്രി ഈസ് പിരമിഡൽ. എന്താണ്? പിരമിഡൽ ഷേപ്പ് ആണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ട്രയഗണൽ പിരമിഡൽ ഷേപ്പ് ആണ് അമോണിയയ്ക്ക് ഉള്ളത്. ഈ ലോൺ പെയർ ഇവിടെ ഉള്ളത് കാരണം നൈട്രജന് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്താണ്? ലൂയിസ് ബേസ്. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇതിന്റെ ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി 8 മിനിറ്റ് ആണ്. നമുക്കറിയാം ഒരു ടെട്രാഹീഡ്രലിന്റെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 5 മിനിറ്റ് ആണ്. അതിൽ നിന്ന് കുറഞ്ഞു ഡ്യൂ ടു ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. ഓക്കെ. ഇനി അമോണിയയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അമോണിയയുടെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. പറയുകയാണെങ്കിൽ ഇതൊരു കളർലെസ് ഗ്യാസ് ആണ്. പഞ്ചന്റ് ഓഡർ, രൂക്ഷഗന്ധമാണ്. അമോണിയാക്കൽ സ്മെല്ല്, രൂക്ഷമായ ഒരു ഗന്ധമാണ്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 198.4 ആണ്. ബോയിലിംഗ് പോയിന്റ് 239.7 കെൽവിൻ ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റുമാണ്. അതിന് കാരണം ഇതിന് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. സോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ അമോണിയ മോളിക്യൂൾസ് it possesses high melting point and boiling point, and this is important. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. Give reason for the high melting point and boiling point of ammonia, and that is due to the presence of intermolecular hydrogen bonding in ammonia. Intermolecular hydrogen bonding in ammonia. Water molecules ഉള്ളതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് അമോണിയയിലും ഉണ്ട്. ഓക്കെ. ഇനി വളരെ ഈസി ആയിട്ട് ഇതിനെ ലിക്വിഫൈ ചെയ്യാം. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണിത്. ഈസിലി ലിക്വിഫൈഡ്, വളരെ പെട്ടെന്ന് തന്നെ ലിക്വിഡാക്കി മാറ്റാൻ സാധിക്കും. അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. അതിന് കാരണം എന്താണ്? അതിന് എന്തിനുള്ള കഴിവുണ്ട്? ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള കഴിവുണ്ട്. ഡ്യൂ ടു ദ എബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ട് ഇറ്റ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. ഒരു വോളിയം വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1000 വോളിയം അമോണിയ
ലയിപ്പിക്കാം എന്നാണ് പറയപ്പെടുന്നത്. നോക്കിക്കേ, അതുകൊണ്ടാണ് ഹൈലി സോയിലബിൾ ഇൻ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അമോണിയയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് 3 കെമിക്കൽ പ്രോപ്പർട്ടിയെ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആണ്. അമോണിയ ബേസിക് ആണോ? അമോണിയ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത്, ഈ ഒരു റിയാക്ഷൻ ഒന്ന് നോക്കിയാൽ മതി. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ട് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. NH4 പ്ലസ് OH മൈനസ്. ഈ OH മൈനസ് എന്ന് പറയുന്നത് ആരെ സൂചിപ്പിക്കുന്നതാണ്? ഒരു ബേസ് ആണ് അല്ലെ. OH മൈനസിനെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനേയും നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ബേസ് എന്നാ വിളിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അമോണിയ ബേസിക് ഇൻ നേച്ചർ അല്ലേ? അതെ. അതുകൊണ്ട് തന്നെ ഇവ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അമോണിയ റിയാക്ട് വിത്ത് HCl. അപ്പം ഇത് ബേസും ഇത് ആസിഡുമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ആസിഡും ബേസും റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? സോൾട്ട് കിട്ടും. കിട്ടുന്ന സോൾട്ട് NH4Cl. ഓക്കെ, അതുപോലെ തന്നെ അമോണിയ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. മറ്റൊരു ആസിഡാണ്. അവിടെ നമുക്ക് എന്ത് സോൾട്ട് കിട്ടും? NH4 twice SO4 അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ട് കിട്ടും. സോ ദീസ് ആർ എക്സാമ്പിൾസ് റിവീലിംഗ് ദ ബേസിക് നേച്ചർ ഓഫ് അമോണിയ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലൂയിസ് ബേസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. നമ്മൾ കണ്ടു, അമോണിയയുടെ സ്ട്രക്ചർ കണ്ടപ്പോൾ അതിനകത്തൊരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൊടുക്കാൻ അമോണിയ തയ്യാറാണ്. അതുകൊണ്ട് അതൊരു ലൂയിസ് ബേസ് ആണ്. ഇത് സ്വീകരിക്കാനായിട്ട് ട്രാൻസിഷൻ മെറ്റൽസ്, പല ട്രാൻസിഷൻ മെറ്റൽസിന്റെയും d ഓർബിറ്റൽസ് വീക്കൻഡ് ആണ്. അപ്പൊ അവർ ഈ ഇലക്ട്രോൺസിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഓരോന്നിന് ക്യാരക്ടറിസ്റ്റിക് കളർ കിട്ടും. അങ്ങനെ നമുക്ക് ആ അയോൺസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, കോപ്പർ അയോൺ Cu2+ അയോൺ അക്വസ് മീഡിയത്തിൽ. നമുക്കറിയാം കോപ്പർ സൾഫേറ്റിന്റെ ഒക്കെ കളർ ബ്ലൂ കളർ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് ബ്ലൂ കോപ്പർ അയോൺസ് റിയാക്ട് ചെയ്ത് അക്വസ് മീഡിയത്തിൽ റിയാക്ട് ചെയ്ത് അമോണിയയുമായിട്ടൊരു കോംപ്ലക്സ് ഉണ്ടാക്കും. CuNH3 4 times 2+. ഇതൊരു കോംപ്ലക്സ് ആണ്. കോംപ്ലക്സുകളെ കുറിച്ച് നമുക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. ഈ കോംപ്ലക്സിന്റെ കളർ എന്ന് പറയുന്നത് ഡീപ്പ് ബ്ലൂ കളറാണ്. അപ്പൊ ഈ ഡീപ്പ് ബ്ലൂ കളർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ആരുണ്ട്? കോപ്പർ അയോൺസിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ക്ലോറൈഡ് അയണിന്റെ ടെസ്റ്റ്. നമ്മൾ ക്ലോറൈഡ് അയണിന്റെ സോൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനകത്തേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യും. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ക്ലോറൈഡ് ഉണ്ട് എങ്കിൽ സിൽവർ നൈട്രേറ്റിലെ Ag+ഉം ക്ലോറൈഡിലെ Cl- കൂടി കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകും? AgCl ഉണ്ടാകും. ഇത് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ആണ്. ഇതിനകത്തേക്ക് ഈ AgCl-നകത്തേക്ക് അമോണിയ നമ്മൾ ഒഴിക്കും. അമോണിയ ആഡ് ചെയ്യും. അമോണിയ ആഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദിസ് കോംപ്ലക്സ് AgNH3 twice Cl. ഇത് വൈറ്റ് കളറാണ്. സോ ദിസ് വിൽ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് അയൺ. അഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത്. അപ്പൊ അങ്ങനെ അമോണിയ ഇവിടെ എല്ലാം എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നു. ട്രാൻസിഷൻ മെറ്റൽ അയോൺസിന് കൊടുത്ത് അവിടെ കോംപ്ലക്സുകൾ ഫോം ചെയ്ത് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് മെറ്റൽ അയോൺസ്. ഓക്കെ, മൂന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് precipitation of heavy metal ions. Precipitation of heavy metal ions. ഈ മെറ്റൽ അയോൺസിനെ അവയുടെ ഹൈഡ്രോക്സൈഡ് ആയിട്ടാണ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു ഹെവി മെറ്റൽ ആണ് സിങ്ക്. അപ്പൊ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ സിങ്കിന്റെ ഒരു സോൾട്ട് എടുക്കണം. അപ്പൊ ഞാനിപ്പോ ഒരു സോൾട്ട് എടുക്കാൻ പോവാണ്, സിങ്ക് സൾഫേറ്റ്. ഒരു ഹെവി മെറ്റൽ ആണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അക്വസ് സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് അമോണിയ നമ്മൾ കടത്തി വിട്ടു. അമോണിയ സൊല്യൂഷൻ കടത്തി വിട്ടപ്പോൾ നമുക്ക് കിട്ടി ഈ മെറ്റലിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോക്സൈഡ് ആയിട്ടാണ്. സിങ്ക് ഹൈഡ്രോക്സൈഡ് പ്ലസ് അമോണിയം സൾഫേറ്റ്. ഇങ്ങനെ ഹെവി മെറ്റൽ അയോൺസിനെ അവയുടെ ഹൈഡ്രോക്സൈഡ് ആയിട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അടുത്ത ഒരു ഹെവി മെറ്റൽ എടുക്കാം. മെറ്റലിന്റെ സോൾട്ട് FeCl3. ഇതിനെ അമോണിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് Fe2O3 XH2O, ബ്രൗൺ precipitate. And the byproduct is ammonium chloride. Okay, so this is used for the precipitation of heavy metal ions as their hydroxide and sometimes hydrated oxides. Okay, ഇനി എന്തൊക്കെയാണ് അമോണിയയുടെ യൂസസ് എന്ന് നോക്കാം. യൂസസ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? നൈട്രോജീനസ് ഫെർട്ടിലൈസേഴ്സ്. ഇത് നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസസ്. അമോണിയം നൈട്രേറ്റ് NH4NO3, ദെൻ അമോണിയം ഫോസ്ഫേറ്റ്, ഞാൻ ഫുൾ എഴുതുന്നില്ല. കൂടാതെ അമോണിയം സൾഫേറ്റ്, യൂറിയ, ഇതെല്ലാം നൈട്രോജീനസ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഒരു യൂസ് ആയിട്ട് നമ്മൾ ഇത് ലാബിൽ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ലാബ് റിയേജന്റ് എന്ന് എഴുതാം. ലാബ് റിയേജന്റ് ഒരു യൂസ്, മറന്നു പോകാത്ത ഒരു യൂസ് ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. ഇനി നമ്മൾ നോക്കി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ, ദാറ്റ് ഈസ് നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നതിന് നമുക്കിനി പഠിക്കാനുണ്ട്. നൈട്രിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു കോമ്പൗണ്ട് പഠിച്ചു, സോൾവേ പ്രോസസ് വഴി നിർമ്മിക്കുന്നത് ഏതാണ്? സോഡിയം കാർബണേറ്റിന്റെ നിർമ്മാണത്തിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അമോണിയ ഉപയോഗിക്കുന്നു. സോ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം കാർബണേറ്റ്, ഇത് സോൾവേ പ്രോസസ്, ഇത് ഓസ്വാൾട്സ് പ്രോസസ്. ഓക്കെ, അടുത്തത് ഇതൊരു റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ലിക്വിഡ് അമോണിയ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതുമാണ്. Draw the flow chart and explain Haber process, and this is very important. Okay, അത് വരച്ച് അതിന്റെ കണ്ടീഷൻസ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗീവ് റീസൺ. The melting point and boiling point of ammonia is high. Ammonia is highly soluble in water. ഇതിന്റെ രണ്ടിന്റെയും റീസൺ ഒന്ന് തന്നെയാണ്. Due to its ability to form intermolecular hydrogen bonding. Third one, write reactions where ammonia act as a Lewis base. Ammonia Lewis base ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് റിയാക്ഷൻസ് എഴുതുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 യൂസസ് ഓഫ് അമോണിയ. അമോണിയയുടെ ഏതെങ്കിലും 3 യൂസസ്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നൈട്രജന്റെ മറ്റ് കോമ്പൗണ്ടുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.